ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാം ഇതേ അടുത്തെത്താറായിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഡിസംബർ ഫസ്റ്റ് വീക്ക് തന്നെ എക്സാം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോകണം അല്ലെ. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അതായത് ചിത്രം കണ്ടിട്ട് മക്കൾക്ക് പലപ്പോഴും എന്ത് ചോദിക്കാറുണ്ട്, നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് സെന്റൻസ് ഉണ്ടാക്കി എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ, അതായത് വർഷ ആയി എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൽ ഒരു കവിത ഉണ്ട്. ഫുള്ള് നമ്മൾ സൂപ്പർ ആയിട്ട് എടുത്തു കഴിഞ്ഞതാണ്. ആ കവിതയിൽ നിന്ന് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം എന്നാണ് മിസ് പറയാൻ പോകുന്നത്. ഇത് നമുക്ക് എന്താണ് ഇതിന് മുമ്പ് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് കണ്ടാൽ വളരെ ഈസി അല്ലേ. അതിലെന്താണ് നെഹി വെട്ടിക്കൊടുത്തിട്ട് ഹേ ഇട്ടാ പോരെ, അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നൽ ഉണ്ടാവും. പക്ഷെ അതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മക്കൾക്ക് സ്വന്തമായിട്ട് സെന്റൻസ് എഴുതാൻ വേണ്ടി പഠിക്കുക എന്നുള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് അതിനനുസരിച്ചിട്ട് പഠിച്ചിട്ട് പോകണം. നന്നായിട്ട് ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, നമ്മുടെ നോട്ടിൽ ഓരോ കാര്യങ്ങളും മിസ് പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക കേട്ടോ. അപ്പൊ നോക്കാം, ചിത്രം നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ എന്താണ് വാക്യപടേ നോക്കുക, വാക്യപ്പടേ വാക്യം വായിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഭാഗത്ത് തന്നിട്ടുള്ളത്. എന്നിട്ട് രണ്ടാമത്തെ ഭാഗത്ത് മക്കൾ കാണുന്നുണ്ടാവും എന്താണ്, ചിത്രം കണ്ടിട്ട് നിങ്ങളോട് വാക്യം സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതായത് ഇത് കണ്ടിട്ട് ഇതേപോലെ എന്ത് ചെയ്യണം, ഇപ്പുറത്തെ സെന്റൻസ് ഉണ്ടാക്കണം. ഓക്കെ, ഇനി മക്കൾക്ക് എക്സാമ്പിൾ ഒന്നും ഇനി അഥവാ എക്സാമിന് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, സ്വന്തമായിട്ട് എഴുതണ്ടേ. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, പിക്ചറിൽ എന്താ തന്നേക്കുന്നത്, നമുക്ക് ഒരു വരണ്ട് കിടക്കുന്ന കുളം കാണുന്നുണ്ട്. പിന്നെന്താണ് വാടി കിടക്കുന്ന പൗതി നമ്മുടെ ചെടികൾ കാണുന്നുണ്ട്. പിന്നെന്താണ് ഒരു ഇലകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത മരങ്ങളൊക്കെ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സെന്റൻസ് നമുക്ക് എവിടെ തന്നിട്ടുണ്ട്, ഇവിടെ തന്നിട്ടുണ്ട്. നോക്കാം, താലാബ്, കുളത്തിന് നമ്മൾ എന്ത് പറയുന്നു ഹിന്ദിയില്, താലാബ് എന്നാണ് പറയുന്നത്. അത് മക്കൾ പഠിച്ചിട്ടുണ്ടാവും. താലാബ് മേ പാനി നഹിയേ. ഓക്കെ, ഇത് പഠിക്കുന്നതിന് മുന്നേ മക്കൾ നിർബന്ധമായിട്ടും സെന്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് പഠിക്കേണ്ട കുറച്ച് കാര്യം പറഞ്ഞുതരാം കേട്ടോ. മെയിൻ എന്ന് വെച്ചാൽ ഇൽ എന്നാണ് അർത്ഥം. അതായത് ഉള്ളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിം ശബ്ദമാണ് ഉപയോഗിക്കാറ് കേട്ടോ. അതേപോലെ പർ എന്ന് വെച്ചാൽ എന്താണ്, ഇൽ, അതായത് മുകളിൽ. ഇപ്പൊ നദിയുടെ എന്താണ് ഉള്ളിൽ, പിന്നെ എന്താണ് മരത്തിന് മുകളിൽ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പേട് പർ എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. പർ എന്ന് വെച്ചാൽ എന്താണ്, മുകളിൽ എന്നുള്ള അർത്ഥം വരുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കും. ഇനി നെഹി എന്ന് വെച്ചാൽ എന്താ അർത്ഥം, നെഹി എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ഇല്ല എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഹേ എന്ന് വെച്ചാൽ എന്താണ്, ഉണ്ട് എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യം എന്റെ മക്കൾ നിർബന്ധമായിട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സെന്റൻസ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അത് വെച്ചിട്ട് മക്കൾ പറയാട്ടോ, നമ്മൾ കുളത്തിൽ വെള്ളം ഉണ്ട് എന്ന് പറയണം. കുളത്തിൽ, അപ്പൊ മിസ് പറഞ്ഞു ഇല്ലിൽ എന്താണ്, കുളത്തിന്റെ ഉള്ളിലല്ലേ ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്താ പറയാ, താലാബ് എന്തുപയോഗിക്കും, മേ, താലാബ് മേ എന്ത് ഹേ, വെള്ളം ഉണ്ട്. വെള്ളത്തിന് പാനിയാന്ന് പറയാൻ നമുക്കൊക്കെ അറിയാം. അപ്പൊ മക്കൾ പാനി എന്ന് എഴുതി വെച്ചു. ഉണ്ട് എന്നുള്ളതിന് നമ്മൾ എന്താണ്, നമുക്ക് ഇല്ല എന്നാണ് എഴുതണ്ട. അപ്പൊ നമ്മൾ എന്താണ്, നെഹി ഹേ എന്നിട്ട് കൊടുക്കുന്നു. നോക്കാം, താലാബ് മേ ചേർത്ത് കൊടുത്തു, വെള്ളത്തിന് പാനി എന്ന് പറയുന്നു. നെഹി എന്ന് വെച്ചാൽ ഇല്ല എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അതേപോലെ നമുക്ക് എല്ലാ സെന്റൻസും അങ്ങ് എഴുതാൻ പറ്റും. മരത്തിന് മുകളിൽ ഇലകളില്ല. മരത്തിന് എന്താ പറയാ നമുക്കൊക്കെ അറിയാം, ഇലയ്ക്ക് എന്താ പറയാന്ന് പറയാം. അത് വെച്ചിട്ട് നമുക്ക് എഴുതാൻ നോക്കിക്കേ, പേട് മുകളിൽ എന്നുള്ളതിന് നമ്മൾ പര ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ എന്താണ്, ഇലകൾക്ക് നമ്മൾ പത്തേ എന്നാണ് പറയുക അല്ലെ. നോക്കിക്കേ, ഇലകൾ ഇല്ല എന്നുള്ളതാണ് അല്ലെ. മരത്തിന് മുകളിൽ എന്തില്ല, മുകളിൽ ഇലകൾ ഇല്ല എന്നുള്ള ആ സംഭവം ആക്കി കൊടുത്തു. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ എഴുതാം. കുളത്തിന് ഉള്ളിൽ എന്തില്ല, വെള്ളം ഇല്ല എന്ന് എഴുതി. മരത്തിന് മുകളിൽ എന്തില്ല, പത്തേ ഇല്ല എന്ന് നമ്മൾ എഴുതി. പത്തേ നെഹി ഹേ എന്ന് എഴുതിയില്ല, ഇല്ല എന്ന് നമ്മൾ എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കൾ സ്വന്തമായിട്ട് ഒന്ന് എഴുതി നോക്കുക. അങ്ങനെ ഓരോന്ന് സ്വന്തമായിട്ട് എഴുതി നോക്കണം. നോക്കുക, നമ്മുടെ എന്തിനു മുകളില്, ചെടിയുടെ മുകളിൽ പൂക്കളില്ല. ചെടിക്ക് പൗതേ എന്നാണ് പറയാ, നമുക്കൊക്കെ അറിയാം. പൂക്കൾക്ക് ഫൂൽ എന്നാണ് പറയാന്ന് പറയാം. ഓക്കെ, ഇനി ഇങ്ങനെ സെന്റൻസ് ഉണ്ടാക്കും. എന്താണ്, നമ്മുടെ ചെടിയിൽ പൗതേ പർ, ചെടിയുടെ മുകളിൽ എന്നുള്ള അർത്ഥമല്ലേ വരാ. ചെടിയുടെ മുകളിൽ നോക്കിക്കേ, ചെടിയിൽ എന്തില്ല, ഫൂല് വെച്ചെന്താണ്, പൂവ് ഇല്ല എന്നായി. ഓക്കെ, ഇനി നമ്മൾ പറയാണ് താലാബ് മേ മച്ചലി ഓർ മേണ്ടക്ക് നെഹിയേ. ഇനി ഓർ എന്നുള്ളത് നമ്മൾ എന്തിനാ ഉപയോഗിക്കാന്ന് അറിയാം മക്കള്. നോക്കുക, ആൻഡ് എന്ന് പറയാനാണ്. ഓക്കെ, മിന്നു ഓർ ചിന്നു, ഫോൺ ഓർ ലാപ്ടോപ്പ്, ഓർ ആൻഡ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. അപ്പൊ ആ കാര്യം കൂടി മക്കൾ ആലോചിക്കുക. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, താലാബ് മേ, കുളത്തിൽ, മേന്ന് വെച്ചാൽ ഇല്ലാതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണേ. താലാബ് മേ, കുളത്തിൽ എന്ത്, മച്ചലിയും, പിന്നെ നമ്മുടെ മച്ചലി മീൻസ് എന്താണ്, ഫിഷ് ആണല്ലേ. ഫിഷും പിന്നെ ഫ്രോഗും
ഇല്ല എന്ന് നമുക്ക് പറയണം. അപ്പൊ നോക്കിക്കേ, താലാബ് മച്ചലി മീൻസ് എന്താണ്? ഫിഷ് ആണ്. മേണ്ടക് എന്ന് വെച്ചാൽ എന്താണ്? ഫ്രോഗ് ആണ്. ഫ്രോഗും മച്ചലിയും നെഹി ഹേ ഇല്ല. അങ്ങനെയാണ് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന സാധനമാണ്. താലാബ്, പേട്, പൗദേ, ഫൂൽ, ഇങ്ങനെ കുറച്ച് വേർഡ്സ് അറിയാമെങ്കിൽ തന്നെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തമായിട്ട് സെന്റൻസ് എഴുതാൻ പറ്റും. ഇനി മക്കളോട് ഇവിടെ കുറച്ച് പിക്ചർ തന്നിട്ടുണ്ട്. ഇതന്നെ കേട്ടോ, ഇതേപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് പറയുന്നത്. നോക്ക, നമുക്ക് എഴുതേണ്ടത് ആദ്യം മലയാളത്തിൽ പറയാം. നോക്കിക്കേ, കുളത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? വെള്ളമുണ്ട്. കുളത്തിന്റെ ഉള്ളിൽ മീനും പിന്നെന്താണ്? ഫ്രോഗും ഉണ്ട്. പിന്നെ മരത്തിന് മുകളിൽ ഇലകളുണ്ട്. ചെടിക്ക് മുകളിൽ പൂക്കളുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതണം. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേ എന്ന് വെച്ചാൽ ഇല്ലാണ്, പറ എന്ന് വെച്ചാലും ഇല്ലാണ്. അതേപോലെ തന്നെ നെഹിഹേ എന്ന് വെച്ചാൽ ഇല്ല എന്നാണ് അർത്ഥം. പക്ഷേ ഹേ എന്ന് വെച്ചാൽ എന്താണ്? ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതേണ്ടത്? നോക്ക, താലാബ് എന്ന് വെച്ചാൽ കുളമാണ് കേട്ടോ. വെള്ളത്തിൽ നമ്മുടെ കുളത്തിൽ വെള്ളം ഉണ്ട് എന്നാണ് ആദ്യം എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, കുളത്തിന് ഹിന്ദിയിൽ താലാബ് എന്ന് പറയുന്നു. ഓക്കെ, അത് എഴുതുന്നു മക്കള്, താലാബ് എന്ന് എഴുതി. ഓക്കെ, ഇൽ എന്നുള്ളതിന് എന്ത് ചേർത്ത് കൊടുക്കുന്നു? താലാബിന്റെ ഉള്ളിൽ, കുളത്തിന്റെ ഉള്ളിൽ എന്നാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മേം എന്നുള്ള ശബ്ദമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് പഠിക്കണേ മക്കൾ, സൈഡിൽ എഴുതി വെക്കുക, അത് നന്നായിട്ട് പഠിക്കുക. കുളത്തിൽ എന്ന് പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? താലാബ് മേ. നമുക്ക് ഇനി എന്താ വേണ്ടത്? വെള്ളം ഉണ്ട് എന്നാണ് എഴുതേണ്ടത്. പറയുന്നത് ശ്രദ്ധിക്കുക, മലയാളത്തിന്റെ അതേ സ്ട്രക്ചർ തന്നെയാണ് ആർക്കും വരാ, ഹിന്ദിക്കും വരാ. മക്കൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കണ്ട. നോക്ക, കുളത്തിൽ താലാബ് വെള്ളം, വെള്ളത്തിന് നമ്മൾ പാനി എന്ന് പറയുന്നു, എഴുതി. പാനി. ഉണ്ട്, ഉണ്ട് എന്നുള്ളതിന് നമ്മൾ എന്താ ചേർത്ത് കൊടുക്കുക? ഹേ. ഹേ എന്ന് മീൻസ് എന്താണ്? ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ നമ്മൾ എഴുതാണ് ഹേ എന്ന് എഴുതി കൊടുത്തു. വെരി ഗുഡ്, കറക്റ്റ് ആയി. ഇനി നമുക്ക് എന്താ എഴുതേണ്ടത്? പേട്, മരത്തിൽ എന്തുണ്ടെന്ന് എഴുതണം? ഇലകൾ ഉണ്ടെന്ന് എഴുതണം അല്ലെ. നമ്മുടെ മരത്തിന്റെ മുകളിലാണ്. മുകളിൽ എന്നുള്ളതിന് മിസ് ഇവിടെ എന്തോ പറഞ്ഞെന്നല്ലോ, നോക്കിക്കേ, മുകളിൽ, മരത്തിന്റെ മുകളിൽ എന്നുള്ള രീതിയിലാണ് നമുക്ക് പറയേണ്ടത്. അപ്പൊ നോക്കിക്കേ, പേട് പർ എന്ന് നമ്മൾ ചേർത്ത് കൊടുക്കും അല്ലെ. പേട് പർ എന്ത് ഹേ? പേട് പർ ഇലകളുണ്ട്. ഇലകൾക്ക് നമ്മൾ പത്തേ എന്ന് പറയുന്നു, നമുക്കൊക്കെ അറിയാം. പത്തേ ഉണ്ട് എന്നാണ് നമുക്ക് വേണ്ടത്. ഹേ ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, ഈ ഹേ കുത്തൊക്കെ ഇടുന്ന സാധനമുണ്ട്. പക്ഷെ മക്കൾ ഇപ്പൊ അതൊന്നും പഠിക്കണ്ട, ഇപ്പൊ അതൊന്നും കുത്തും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട. ഹേ എന്ന് പറഞ്ഞ സാധനമെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, അത് നമ്മൾ എഴുതി. ഇനി അടുത്ത നമുക്ക് എന്താ എഴുതേണ്ടത്? ചെടിയിൽ പൂക്കൾ ഉണ്ട് എന്ന് എഴുതണം. ചെടിക്ക് പൗദേ എന്നാണ് പറയാ. ഓക്കെ, അത് മക്കൾക്ക് അറിയുന്നതാണ്. ചെടിക്ക് പൗദേ എന്നാണ് പറയാ. മക്കളെ എഴുതുന്നു. ചെടിക്ക് മുകളിലാണ്. മുകളിലുള്ളതിന് നമ്മൾ പർ ഉപയോഗിക്കുന്നു. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു? പർ എന്ന് എഴുതി കൊടുത്തു. നമ്മുടെ ചെടിക്ക് മുകളിൽ ആരുണ്ട്? പൂക്കൾ ഉണ്ട്. പൂക്കൾക്ക് നമ്മൾ പഠിച്ചെന്താണ്? ഫൂലാണ് അല്ലെ. പൂവുണ്ട്. ഫൂൽ എന്ത്? ഹേ. ഹേ ഇട്ട് കൊടുത്തു, ഉണ്ട് എന്നുള്ളതിനും. അപ്പൊ സെന്റൻസ് നമ്മൾ ഫുൾ അവസാനിക്കുമ്പോ ഹേ ഇട്ട് കൊടുക്കണം. ഒരു വര, ഫുൾ സ്റ്റോപ്പിന് പകരം ഒരു വര ഇട്ട് കൊടുക്കണം. ആ കാര്യം മക്കൾ ആലോചിക്കണം. മക്കൾ ഇപ്പൊ ഹിന്ദി പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ അതൊക്കെ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകൾ ഉണ്ടാവും. പക്ഷെ പരമാവധി എന്താണ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ ഇങ്ങനെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു സെന്റൻസേ ഉള്ളൂ. കുളത്തില് മീനും ഉണ്ട്, പിന്നെന്തുണ്ട്? നമ്മുടെ തവളയുണ്ട് എന്ന് നമുക്ക് എഴുതണം. ആദ്യം കുളത്തിൽ എന്നുള്ളതിന് നമ്മൾ എന്ത് എഴുതുന്നു? ഇതാ താലാബ് എന്ന് എഴുതി. ഓക്കെ, താലാബ് എഴുതി. താലാബ് മേ താലാബ് മേ എന്ത്? മച്ചലിയും ഫ്രോഗും ഉണ്ട് നമുക്ക് വേണം അല്ലെ. ഇതാ മച്ചലി എന്ന് നമ്മൾ എഴുതുന്നു. മച്ചലി. ആൻഡ് എന്നുള്ളതിന് നമ്മൾ ഒരു വാക്ക് പഠിച്ചല്ലോ, അതെ, ഓർ എന്നുള്ള വാക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എഴുതുന്നു മച്ചലി ഓർ. മേണ്ടക് എന്നാണ് തവളയ്ക്ക് പറയാതെ മക്കൾക്ക് അറിയാം. മേണ്ടക് എന്ന് നമ്മൾ എഴുതുന്നു. മേണ്ടക്. ഹേ എന്ന് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, കറക്റ്റ് ആയി, സൂപ്പറായി. നമുക്ക് എന്താണ്? സുഖമായിട്ട് എഴുതാൻ പറ്റും. താലാബ് മേ പാനി ഹേ, പൗദേ മേ എന്തുണ്ട്? പൗദേ പർ ഫൂൽ ഹേ, പേട് പർ പത്തേ ഹേ, പിന്നെ മച്ചലിയും ഫ്രോഗ് ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതുകയാണ്. അപ്പൊ വേർഡ് അറിയെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തമായിട്ട് ഇങ്ങനെയുള്ള സെന്റൻസ് എഴുതാൻ പറ്റും. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇത് ആനുവൽ എക്സാമിനൊക്കെ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ക്രിസ്മസ് എക്സാമിന് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്റെ മക്കൾ പഠിക്കാതെ പോകരുത്. നിർബന്ധമായിട്ടും എന്താണ് നമുക്ക് ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ നമ്മുടെ ആപ്പിലൊക്കെ എടുത്തു കഴിഞ്ഞതാണ്. അപ്പൊ ക്രിസ്മസ് എക്സാമിന് വേണ്ടി എന്റെ മക്കൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിച്ചോണം. ആപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരെന്താ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി, വേഗത്തിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പം ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഇത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം, മടിച്ചിരിക്കാൻ പാടില്ല. ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.